CPOമാരുടെ ഇന്ന് റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുന്നു. അതോടുകൂടി ഇനി അവിടെ സമരം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും അവർ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരമുറകളിലൂടെയാണ് CPO ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തത്. ഇന്നവർ മടങ്ങുകയാണ്. ഹാൾ ടിക്കറ്റ് കത്തിച്ചു മടങ്ങാനാണ് അവരുടെ നീക്കം. വളരെ വൈകാരികമായ രംഗങ്ങളാണ്. നമുക്കൊപ്പം റോഷിപാലുണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ. CPO ഉദ്യോഗാർത്ഥികളുടെ സമരപ്പന്തലിൽ നിന്ന് തത്സമയം ചേരുന്നു. PR സുനിലും നമുക്കൊപ്പം ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ വളരെ പ്രധാനപ്പെട്ട ചില യോഗങ്ങളുണ്ട് കോൺഗ്രസിൻ്റെ. നമുക്ക് ആ വാർത്തയിലേക്ക് എത്താം. അതിനു മുമ്പ് ആദ്യം റോഷിയിലേക്ക് പോകുന്നു. റോഷി, ഇന്നിപ്പോൾ CPO ഉദ്യോഗാർത്ഥികൾ മടങ്ങുകയാണ്. വ്യത്യസ്തങ്ങളായ സമരം അവർ ചെയ്തു. പക്ഷേ ആ സമരം കൊണ്ട് ആകെ ലിസ്റ്റിൽപ്പെട്ട 3 പേർക്കാണ്, ആ ലിസ്റ്റിൽ ഇവിടെ സമരം ചെയ്യുന്നവരിൽ 3 പേർക്കാണ്, മൊത്തം 45 പേർക്കാണ് അഡ്വൈസ് മെമ്മോ കിട്ടിയിരിക്കുന്നത്. അവർ മടങ്ങുകയാണോ? വളരെ വൈകാരികമായിരിക്കുമല്ലോ മടക്കം. ഗുഡ് മോർണിംഗ് റോഷി. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 17 ദിവസമായി വനിതാ CPO റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ സമരം നടത്തുകയാണ്. വ്യത്യസ്തമായ സമരം, പലപ്പോഴും ഈ സ്വയം പീഡന സമരമാണ്. വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇന്ന് ഇവർ നടത്തുന്ന ഈ സഹന സമരം അവസാനിപ്പിക്കുകയാണ്. കാരണം ഇവരുടെ PSC റാങ്ക് പട്ടികയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. പിന്നീട് ഈ സമരം തുടർന്നതുകൊണ്ട് കാര്യമില്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സമരം അവസാനിപ്പിച്ച് ഇവർ വീടുകളിലേക്ക് മടങ്ങുന്നത്. വലിയ വേദനയോടെയാണ് ഇന്ന് വൈകിട്ട് ഓഫീസ് സമയം അവസാനിക്കുന്ന സമയത്ത് സമരം അവസാനിപ്പിക്കുമെന്നാണ് അവർ അറിയിച്ചത്. 5 മണിക്ക് സമരം അവസാനിപ്പിച്ച് മാധ്യമങ്ങളെ കണ്ട് അവർ മടങ്ങും. ഹോൾ ടിക്കറ്റുകളൊക്കെ കത്തിച്ച് അവരുടെ അവസാന പ്രതീക്ഷയായിരുന്നു ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഒരു അനുകൂല തീരുമാനം എടുക്കുമെന്ന പ്രതീക്ഷ. പക്ഷേ സർക്കാർ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് നിയമനം നൽകാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് നിയമനം നൽകാൻ പറ്റാത്തത് എന്ന വിശദീകരണം നൽകുകയും ചെയ്തു. 45 പേർക്ക് മാത്രമാണ് ഈ പട്ടികയിൽ ഇപ്പോൾ ഈ സമരത്തിനിടയിൽ നിയമനം ലഭിച്ചിരിക്കുന്നത്. അതിൽ ഈ സമരത്തിൽ പങ്കെടുത്ത 3 പേർ അവർക്ക് അഡ്വൈസ് മെമ്മോ ലഭിക്കുകയും അവർ സമരത്തിൽ മടങ്ങുകയും ചെയ്തു. ഏതായാലും വളരെ വേദനയോടെ അവർ ഇന്നത്തെ സമരത്തിനുള്ള തയ്യാറെടുപ്പാണ്. അതിൽ ഉദ്യോഗാർത്ഥികൾ ചിലരൊക്കെ ഇവിടെ കിടന്നുറങ്ങുകയാണ്. വൈകിട്ട് എന്തായാലും വേദനിക്കുന്ന രംഗങ്ങളായിരിക്കും സ്വാഭാവികമായും നമ്മൾ ഇവിടെ നിന്നും പ്രതീക്ഷിക്കുന്നത്. അരുൺകുമാർ.